അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളൊക്കെ ഇന്ന് പുതിയൊരു പാഠത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. അഫ്സാൻവി ഓർ ഗൈർ അഫ്സാൻവി അദബ് കാ ഇർത്തിഖ. പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം. നമ്മൾ മലയാളത്തിൽ കാവ്യരൂപത്തിലുള്ള അതുപോലെ ഗദ്യരൂപത്തിലുള്ള പല എഴുത്തുകുത്തുകളും നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതൊക്കെ സാഹിത്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മൾ കവിതകളും പഠിച്ചിട്ടുണ്ട്, അതുപോലെ കഥകളും എസ്സേകളും ലേഖനങ്ങളും ആസ്വാദനങ്ങളും ഇത്തരത്തിലുള്ള പല പല സാഹിത്യത്തിൻ്റെ വിഭിന്നങ്ങളായ മേഖലകൾ നമ്മൾ പരിചയപ്പെട്ടവരാകും. ഇത്തരത്തിൽ തന്നെ ഉറുദുവിലും ഗദ്യരൂപത്തിലും കാവ്യരൂപത്തിലും രണ്ട് രീതിയിലുള്ള എഴുത്തുകുത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അഫ്സാൻവി എന്ന് പറഞ്ഞാൽ അത് കഥാരൂപത്തിലുള്ള, എന്നാൽ ഗൈർ അഫ്സാൻവി എന്ന് പറഞ്ഞാൽ കഥാരൂപത്തിൽ അല്ലാത്ത ഇത്തരത്തിലുള്ള സാഹിത്യത്തിൻ്റെ അതിൻ്റെ ഇർത്തിഖ, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ പുരോഗമനം, അതിൻ്റെ ഉയർച്ച എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അഥവാ സാഹിത്യത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഷോർട്ട് മാത്രം പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ലോകത്തിലെ അധിക ഭാഷകളുടെയും തുടക്കം കുറിച്ചിട്ടുള്ളത് കവിതകളാണ്. അതിലെ സാഹിത്യത്തിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ളത് കവിതകളാണ്. ഉറുദു ഭാഷയിലും അത്തരത്തിൽ തന്നെയാണ്. കവിതകൾക്ക് ശേഷമാണ് നസർ രീതി, ഗദ്യരൂപം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. പുതിയ കണ്ടെത്തലുകൾ പ്രകാരം 8-ാം നൂറ്റാണ്ടിൻ്റെ ഹിജ്റ 8-ാം നൂറ്റാണ്ടിൻ്റെ തുടക്ക കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള നസർ രീതിയിലുള്ള എഴുത്തുകുത്തുകൾ നമുക്ക് ഉറുദുവിൽ കാണാൻ കഴിയുള്ളൂ. ഇതിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ മതകീയമായിട്ടുള്ള ചില സന്ദേശങ്ങൾ, അതുപോലെ പ്രമുഖരായിട്ടുള്ള സൂഫിയാക്കളുടെ മൽഫൂദാത്ത്, അവരുടെ മൊഴിമുത്തുകളൊക്കെ എഴുതി വെച്ച പുസ്തകങ്ങൾ, അതാണ് കവിതാ രൂപത്തിലല്ലാതെ ഗദ്യരൂപത്തിൽ നമുക്ക് ഉറുദുവിൽ തുടക്ക കാലഘട്ടത്തിൽ കാണാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഇന്ന് നമ്മൾ കാണുന്ന നോവലുകളോ കഥകളോ ഒന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് പ്രസിദ്ധമായിട്ടുള്ള നസർ രീതിയിലുള്ള ഒരു പുസ്തകമാണ് മീറാൻജി ഷംസുൽ ഉഷാഖിൻ്റെ പുസ്തകം. അതുപോലെ ബുർഹാനുദ്ദീൻ ജാനം, അതുപോലെ മറ്റു പലരെയും കിതാബിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പ്രവേശിക്കാം. വടക്കേ ഇന്ത്യയിൽ ഈ ഗദ്യരൂപത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് മുഹമ്മദ് ഷാഹിയുടെ കാലഘട്ടത്തിലാണ്. 1731 ഫസൽ അലി ഫസൽ എന്നിവർ മുല്ല ഹുസൈൻ വായിസ് കാഷിഫിയുടെ പ്രസിദ്ധമായ ഫാരിസി പുസ്തകമായിരുന്നു റൗളത്തു ഷുഹദ എന്നുള്ള പുസ്തകം. അതിന് ഉറുദുവിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പുതിയൊരു കാൽവെപ്പ് ഉറുദു സാഹിത്യത്തിന് നടത്തിയത്. പിന്നീട് മുഗൾ എംപയറിൻ്റെ അഥവാ ഔറംഗസീബിൻ്റെ വഫാത്തോടുകൂടെ മുഗൾ എംപയർ നശിക്കുകയാണ്. ആ കാലഘട്ടത്തോടുകൂടെ ഫാരിസിയുടെ ആ ഒരു പ്രബലമായിരുന്ന ഭാഷ ഫാരിസിയായിരുന്നു. അതിൻ്റെ പ്രാബല്യം നഷ്ടപ്പെടുകയും ആ സ്ഥാനത്തേക്ക് ഉറുദു അന്ന് വലിയ പ്രബലമായ ഭാഷയായി തീരുകയും ചെയ്തു. അങ്ങനെ ഉറുദു ഭാഷയിലേക്ക് പുതിയ പുതിയ സംഭാവനകൾ അതോടുകൂടെ വന്നു തുടങ്ങി. അഥവാ അതുവരെ മസ്ഹബി റിസാലകൾ അഥവാ മതകീയമായിട്ടുള്ള ചില പുസ്തകങ്ങൾ, ചില എഴുത്തുകൾ മാത്രമാണ് നടന്നിരുന്നുവെങ്കിൽ അന്ന് നീ മസ്ഹബി അഥവാ അർദ്ധ മതകീയമായിട്ടുള്ള മറ്റു പുസ്തകങ്ങളിൽ നിന്നൊക്കെ മാറി പുതിയ പുതിയ രീതിയിലേക്ക് അന്നത്തെ എഴുത്തുകുത്തുകൾ ഉണ്ടായി തുടങ്ങി. 1775 മീർ ഹുസൈൻ അതാ തഹ്സീൻ എന്ന ഒരു പണ്ഡിതൻ ഫാരിസി കഥയായിരുന്ന ചാർ ദർവേഷ് എന്നുള്ള ആ ഒരു കഥയ്ക്ക് പുതിയ രീതിയിൽ അദ്ദേഹം ഉറുദുവിനൊരു തർജ്ജമ ചെയ്തു. അത് ഒരു പുതിയ ഒരു ഉറുദു സാഹിത്യത്തിനുള്ളൊരു സംഭാവനയായിരുന്നു. അങ്ങനെ 8-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പതിറ്റാണ്ടുകളിൽ ഡൽഹിയിലെ പ്രസിദ്ധനായ പണ്ഡിതൻ, നമുക്കൊക്കെ അറിയുന്ന ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയുടെ മൂന്നാമത്തെ മകൻ ഷാഹ് റഫീഉദ്ദീൻ എന്നിവരെ 1782 ഖുർആനിന് ഒരു വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ നടത്തുകയും ശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ ചെറിയ മകൻ ഷാഹിദ് അബ്ദുൽ ഖാദിർ എന്നിവർ 1790 ഖുർആനിന് വിശദമായിട്ടുള്ള ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നതോടുകൂടെ ഉറുദു സാഹിത്യത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. ഇതൊക്കെ ഗദ്യരൂപത്തിലേക്ക് മാറുന്നതിൻ്റെ ഓരോ പടികളായിരുന്നു, സ്റ്റെപ്പുകളായിരുന്നു ഇതൊക്കെ. അത്തരത്തിൽ തന്നെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം നവാബ് ഐസ്വി ഖാൻ എന്നിവർ
മുഹർ അഫ്രോസോ ദിൽബർ എന്നുള്ള പേരിൽ ഉറുദുവിൽ പുതിയൊരു കഥ അദ്ദേഹം രചിക്കുകയും ചെയ്തു. പിന്നെ ഷാഹ് ആലം സാനിയുടെ അജായിബുൽ ഖസസ് എന്നുള്ള മറ്റൊരു കഥ 1792-93 കാലഘട്ടത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആ ഒരു ഭാഷയിലായിരുന്നു രചിച്ചിരുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് അട്രാക്റ്റ് ആവുന്ന ഒരു ഭാഷയിലായിരുന്നു രചിച്ചിരുന്നത്. അതോടുകൂടെ തന്നെ ഇതിന് ഈ ദാസ്താൻ കഥകൾക്ക്, പഴങ്കഥകൾക്ക്, അത്തരത്തിലുള്ള പുസ്തകങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത, ഒരു കബൂലിയത്ത് കൂടി വരികയും ചെയ്തു. അങ്ങനെയാണ് ഉറുദുവിലേക്ക് ഈ ഗദ്യരൂപത്തിലുള്ള സാഹിത്യ എഴുത്തുകുത്തുകൾ തുടക്കം കുറിക്കുന്നത്. ഇതോടുകൂടെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പാഠഭാഗം നമ്മൾ നിർത്തുകയാണ്. ബാക്കി അടുത്ത ക്ലാസ്സുകളിലാവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.